Moto Razr 60, the flip phone in the mid-range segment. Come on guys, welcome to Tech Reviews on Malayalam. മോട്ടറോള ഈ വർഷം പുറത്തിറക്കിയ ഫ്ലിപ്പ് ഫോൺ സീരീസിലെ മിഡ് റേഞ്ച് മോഡലാണ് മോട്ടോ റേസർ 60. നമുക്ക് ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് എടുത്ത് നോക്കുമ്പോൾ ഈ മോഡൽ 8GB റാമും 256GB മെമ്മറിയുമുള്ള പാൻറ്റോൺ ഗിബ്രാൾട്ടർ C എന്ന ബ്ലൂ കളർ ഓപ്ഷനിലുള്ളതാണെന്ന് കാണാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വേറൊരു ചെറിയ ബോക്സാണ് ആദ്യമായി കാണുന്നത്. അതിനടിയിൽ മോട്ടോ റേസർ 60 ഇരിപ്പുണ്ട്. നമുക്കപ്പോൾ മൊബൈൽ ഫോൺ എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് മറ്റേ ബോക്സിൽ എന്താണുള്ളതെന്ന് നോക്കാം. അപ്പോൾ ആ ചെറിയ ബോക്സ് തുറക്കുമ്പോൾ അതിനകത്തൊരു പ്രീമിയം ക്വാളിറ്റി ബാക്ക് കവറാണ് മോട്ടോ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൂടാണ്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സാണ് പിന്നീടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഇനി എന്തൊക്കെ ബോക്സിൽ അവൈലബിൾ ആണെന്ന് നോക്കാം. ബോക്സിൽ പിന്നീട് വരുന്നത് 33 വാട്ടിൻ്റെ ചാർജറും അതുകൂടെ ചാർജിങ് കേബിളും വരുന്നുണ്ട്. ചാർജിങ് കേബിൾ ടൈപ്പ് C to ടൈപ്പ് A ആണ്. അപ്പോൾ നമുക്കിനി ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യമായി നമുക്ക് മോട്ടോ റേസർ 60 അതിൻ്റെ റാപ്പറിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ബ്ലൂ കളറിലുള്ള ഫോൺ നമുക്ക് കാണാം. ലെതർ ഫിനിഷുള്ള ഒരു സിലിക്കൺ ബാക്കാണ് മോട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇനി ഫോൺ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ 3.6 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേ ആണ് കവർ ഡിസ്പ്ലേ ആയി വരുന്നത്. ഇതിന് 90 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റാണ് ഉള്ളത്. അതുപോലെ തന്നെ HDR10ൻ്റെ സപ്പോർട്ടും ഇതിന് വരുന്നുണ്ട്. 1700 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ് ഈ സ്ക്രീൻ തരുന്നുമുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസിൻ്റെ പ്രൊട്ടക്ഷനും മോട്ടോ ഈ എക്സ്റ്റേണൽ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൺ ഓപ്പൺ ചെയ്ത് മെയിൻ ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 120 ഹെർട്സ് റിഫ്രഷ് റേറ്റുള്ള HDR10+ സപ്പോർട്ട് ചെയ്യുന്ന 3000 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്സോട് കൂടിയ LPTO അമോലെഡ് ഡിസ്പ്ലേ ആണ് മെയിൻ ഡിസ്പ്ലേ ആയി നൽകിയിരിക്കുന്നത്. 6.9 ഇഞ്ചസ് ആണ് ഇതിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത്. MOHS ലെവൽ 4 പ്രൊട്ടക്ഷനാണ് മോട്ടോ ഇതിന് നൽകിയിരിക്കുന്നത്. ഫോൾഡബിൾ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ ഗൊറില്ല ഗ്ലാസ് മറ്റോ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15 വരുന്ന ഈ ഫോണിന് 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റാണ് മോട്ടറോള വാഗ്ദാനം ചെയ്യുന്നത്. ഇതിൻ്റെ യൂസർ ഇൻ്റർഫേസ് വരുന്നത് മോട്ടറോളയുടെ ഹലോ UI ആണ്. മീഡിയടെക്കിൻ്റെ 4nm ഡിമെൻസിറ്റി 7400X എന്ന ചിപ്സെറ്റാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പിന്നെ ഇതുകൂടാണ്ട് മാലിയുടെ G615 MC2 GPU ആണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. മെമ്മറി ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ UFS 2.2 മെമ്മറി ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 8GB റാമും 256GB മെമ്മറിയുമുള്ള ഒരു ഓപ്ഷനും 12GB റാമും 512GB മെമ്മറിയുമുള്ള മറ്റൊരു ഓപ്ഷനാണ് ഇതിന് നൽകിയിരിക്കുന്നത്. 4500 mAhൻ്റെ സിലിക്കൺ കാർബൈഡ് ലിഥിയം അയൺ ബാറ്ററിയാണ് ഇതിനുള്ളത്. അതിന് 30 വാട്ട്സിൻ്റെ വയർഡ് ചാർജിങ്ങും 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലിപ്പ് ഫോൺ ആയതുകൊണ്ട് തന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിന് നൽകിയിരിക്കുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹിഞ്ചസും അലൂമിനിയം ഫ്രെയിമുമാണ് ഇതിന് വരുന്നത്. ഈ ഫോണിന് IP48 വാട്ടർ റെസിസ്റ്റൻസും NFC, ബ്ലൂടൂത്ത് 5.4 പോലുള്ള മറ്റു ഫീച്ചേഴ്സും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ ക്യാമറ ഓപ്ഷനോട് കൂടി വരുന്ന ഇതിൻ്റെ മെയിൻ ക്യാമറ സെറ്റപ്പിന് 50 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസും 13 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ലെൻസുമാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ലെൻസിന് ഡ്യുവൽ പിക്സൽ PDIFഉം ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അൾട്രാ വൈഡ് ലെൻസിന് ഓട്ടോ ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K റെസൊല്യൂഷനിൽ 30 FPS വരെയുള്ള വീഡിയോയും ഫുൾ HD റെസൊല്യൂഷനിൽ 60 FPS വരെ വീഡിയോയും ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അതിന് ഗൈറോ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറയായി വരുന്നത് 32 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ലെൻസാണ്. ഇത് യൂസ് ചെയ്ത് 30 FPS ഉള്ള 4K വീഡിയോയും 60 FPS വരെയുള്ള ഫുൾ HD വീഡിയോയും റെക്കോർഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ കവർ ഡിസ്പ്ലേ യൂസ് ചെയ്ത് നമുക്ക് മെയിൻ ക്യാമറ തന്നെ സെൽഫി ക്യാമറയായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കളർ ഓപ്ഷൻസ് വരുന്നത് ലൈറ്റസ്റ്റ് സ്കൈ, പെർഫെക്റ്റ് പിങ്ക്, സ്പ്രിംഗ് ബഡ്, ഗിബ്രാൾട്ടർ C എന്നിങ്ങനെയാണ്. ഇനി നമുക്ക് ഫോൺ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ഇതിൻ്റെ 2 ഡിസ്പ്ലേയും തരുന്നത്.
ഇതിൻ്റെ കവർ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് ഒട്ടുമിക്ക ആപ്സും യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാണ്ട് ഇതുപോലുള്ള വിഡ്ജറ്റ്സും പിന്നെ മോട്ടോ കൊടുത്തിരിക്കുന്ന കുറേയധികം ഗെയിംസും ഈ കവർ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആണ്. ഇതുപോലെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുഞ്ഞൻ ഗെയിംസ് തന്നെയാണ് ഈ കവർ ഡിസ്പ്ലേയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കവർ ഡിസ്പ്ലേയുടെ മറ്റ് സെറ്റിങ്സുകൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മെയിൻ ഡിസ്പ്ലേയിലെ മെയിൻ സെറ്റിങ്സ് ആപ്പിൽ കൂടുതൽ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിസ്പ്ലേ ആയി വരുന്നത്. മോട്ടോയുടെ ഹലോ യു ഐ എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത്. വേറെ ബ്ലോട്ട്വൈസ് ആയ ആപ്പുകളൊന്നും തന്നെ ഇതിനകത്തില്ല. നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ആനിമേഷൻസുമാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. അലൂമിനിയം ഫ്രെയിം ആയതുകൊണ്ട് തന്നെ നല്ല ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഫിഞ്ചസും നല്ല സ്മൂത്തുമാണ്. വലിയ ടൈറ്റൊന്നും ഇതിന് ഫീൽ ചെയ്യുന്നില്ല. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസേഴ്സും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ അറിയാണ്ട് പോലും അതിനൊന്നും തട്ടിക്കഴിഞ്ഞാൽ ഫോൺ ഓപ്പൺ ആവുന്നുണ്ട്. ഹിഞ്ചസ് സ്മൂത്താണെങ്കിലും അത്യാവശ്യം ഏത് പൊസിഷനിലും ഫോൺ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ലാസ്റ്റ് ക്ലോസ് ആയിട്ടുള്ള പൊസിഷനിൽ മാത്രം ജസ്റ്റ് വെക്കുമ്പോൾ ക്ലോസ് ആയി പോകുന്നുണ്ട്. ഇതുപോലെ ഇതിൻ്റെ സിം ട്രേ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു ഫിസിക്കൽ സിം ഇടാനുള്ള ഓപ്ഷനെ ഇതിനകത്ത് കാണുന്നുള്ളൂ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും പോർഷൻ അവർ വെറുതെ വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായില്ല. ഇതുകൂടാതെ ഒരു ഇ സിം യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും മോട്ടോറോള കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ ഫോൺ ഡ്യുവൽ സിം ആയിട്ടും യൂസ് ചെയ്യാം. അത്യാവശ്യം വൺ ഹാൻഡഡ് ആയിട്ട് തന്നെ ഈ ഫോൺ ഇതുപോലെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ലൊരു പ്രീമിയം ഫീൽ തന്നെയാണ് ഈ ഫോൺ നമുക്ക് തരുന്നത്. മോട്ടോയുടെ AI ഫീച്ചേഴ്സും ഗൂഗിളിൻ്റെ ജെമിനയുടെ AI ഫീച്ചേഴ്സൊക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഇനി നമുക്കിതിൻ്റെ ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം. ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറയും 0.5x സൂമുള്ള അൾട്രാവൈഡ് ലെൻസുമാണ് ഇതിനകത്ത് വരുന്നത്. ഒരു ഡെഡിക്കേറ്റഡ് മാക്രോ മോഡും ഡെഡിക്കേറ്റഡ് 2x ഡിജിറ്റൽ സൂം മോഡും കൊടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ കുറേയധികം ക്യാമറ മോഡ്സ് ഈ ഫോണിൽ അവൈലബിൾ ആണ്. പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് 3 സൂം ഓപ്ഷനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഫ്ലിപ്പ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാം കോഡർ മോഡും അതുപോലെ തന്നെ ഫോൺ ക്ലോസ് ചെയ്തതിന് ശേഷം കവർ ഡിസ്പ്ലേ യൂസ് ചെയ്ത് സെൽഫി എടുക്കാനുള്ള മോഡും ഇതിനകത്ത് അവൈലബിൾ ആണ്. അങ്ങനെ സെൽഫി എടുക്കുമ്പോൾ മെയിൻ ക്യാമറയുടെ ഒട്ടുമിക്ക മോഡ്സും കവർ ഡിസ്പ്ലേയിൽ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടിലൻ സെൽഫി ഫോട്ടോസും നമുക്കെടുക്കാം. നമുക്കിനി ഈ ഫോണിലെടുത്ത കുറച്ച് സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. സിക്സ് 6.9 ഇഞ്ചിൻ്റെ വലിയ അമോലഡ് ഡിസ്പ്ലേയും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വളരെ ഇമേഴ്സീവ് ആയിട്ടുള്ള വീഡിയോ വ്യൂവിംഗ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കവർ സ്ക്രീനിലും നമുക്ക് വീഡിയോസും മറ്റും ഇതുപോലെ പ്ലേ ചെയ്ത് കാണാവുന്നതുമാണ്. ഇനി നമുക്കിതുപോലെ 2 രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കാണാനും പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ഫോൺ സ്റ്റാൻഡ് പോലും യൂസ് ചെയ്യാണ്ട് നമുക്ക് വീഡിയോ കാണാനും സാധിക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. ഗെയിമിംഗ് പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് ഡിമെൻസിറ്റി 7400X വരുന്നത്. ഒരു ഹീറ്റ് ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഗെയിം കളിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
എന്നാൽ ഇത് ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ട് ഗെയിമേഴ്സിന് ആയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്തില്ലെന്നില്ലെങ്കിലും അത്യാവശ്യം നല്ല ഗെയിമിംഗ് പെർഫോമൻസ് ഇത് തരുന്നുമുണ്ട്. സോ ഓവറോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് തരുന്ന, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയുമുള്ള ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലെ നല്ലൊരു ഫ്ലിപ്പ് ഫോൺ തന്നെയാണ് മോട്ടറോള റേസർ 60. ഇതുപോലുള്ള പ്രീമിയം ഫോൺസ് ക്വാളിറ്റിയിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായിട്ട് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക്